ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. റഷ്യയുടെ Su-57 യുദ്ധവിമാനം, ഇതിൻ്റെ 2-സീറ്റർ യുദ്ധവിമാനം ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാനായിട്ട് തയ്യാറാവുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം? നമുക്കറിയാം, ഈ വിമാനവുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ കുറേയധികം നാളുകൾ നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം, ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായിട്ടുള്ള AMCA അതിനെ അട്ടിമറിക്കാനായിട്ട് ഈ റഷ്യയുടെ ഈ Su-57 സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പം റഷ്യയുടെ ഈ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങാൻ തയ്യാറാവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ 2-സീറ്റർ യുദ്ധവിമാനത്തിൽ ഇന്ത്യ കണ്ടെത്തുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ഇന്ത്യയും റഷ്യയുമായിട്ട് സംയുക്തമായിട്ട് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് FGFA എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. രണ്ട് രാജ്യങ്ങളൂടെ ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഒരു വിമാനമാണ് Su-57 യഥാർത്ഥത്തിൽ. പക്ഷേ ഇതിൽ ചില പരാതികളൊക്കെ പറഞ്ഞിട്ട് 2018 ഇന്ത്യ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതായത് നമ്മൾ അന്ന് പറഞ്ഞ പരാതി ഒന്ന്, ഇതിന് 2-സീറ്റർ വെർഷൻ ആണ് നമുക്ക് വേണ്ടത്, പക്ഷേ സിംഗിൾ സീറ്റർ ആണ്, സിംഗിൾ പൈലറ്റ് ആണ് അവര് നിർമ്മിക്കുന്നത് ഒന്ന്. പിന്നെ മറ്റൊരു വലിയ പരാതി, ഇതിന് ആവശ്യത്തിനുള്ള സ്റ്റെൽത്ത് ഇല്ല, അതായത് റഡാറിൽ നിന്നും മറഞ്ഞു നിൽക്കാനുള്ള ശേഷിയില്ല. മൂന്നാമത്തേത്, ഇതിന്റെ എഞ്ചിന് വേണ്ടത്ര ശക്തിയില്ല. ഈ ഇപ്പോ ഇത് ഉപയോഗിക്കുന്ന എഞ്ചിൻ അത് AL-41F1 എന്ന എഞ്ചിനാണ്. ഈ AL-41F1 എഞ്ചിന് ശക്തി പോരാ, അങ്ങനെയൊക്കെയുള്ള പരാതികൾ. അതുപോലെ വലിയ ചെലവ് വരുന്നു, HAL ഇതിനകത്ത് വലിയ റോളില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ നമുക്കുണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു പരാതിയായിരുന്നു, സോഴ്സ് കോഡ് ആ സമയത്ത് റഷ്യ കൈമാറില്ല എന്നൊരു നിലപാട് റഷ്യക്കുണ്ടായിരുന്നു. ഇപ്പൊ റഷ്യ ഇതെല്ലാം ഓരോന്നായിട്ട് അതിൽ നിന്നും അടിയറവ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ വിമാനം ഒരുപക്ഷെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന റഷ്യക്ക് ഇത് ഇന്ത്യയുടെ സഹായം ഇല്ലാതെ പറ്റില്ല. ഇന്ത്യ കൂടെ ചെന്നാലേ പറ്റുള്ളൂ. അതായിരിക്കാം അതിന്റെ ഒരു വിഷയം. പക്ഷെ അത് പറയുമ്പോഴും ഇന്ത്യയുടെ ഓരോ പരാതിക്കും റഷ്യ ഇപ്പൊ പരിഹാരം കണ്ടു എന്നുള്ളത് ഒരു സത്യമാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇപ്പം രണ്ട് പൈലറ്റുമാരുള്ള 2-സീറ്റർ Su-57 അവര് ഇപ്പൊ നിർമ്മിച്ചു. അതിന്റെ പരീക്ഷണ പറക്കല് മെയ്യിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ വിമാനത്തിലെ ടീമിംഗ് എന്ന് പറയും, മാൻഡ് അൺമാൻഡ് ടീമിംഗ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു യുദ്ധവിമാനത്തോട് ഒപ്പം ഒരു 4 അൺമാൻഡ് എയർക്രാഫ്റ്റ്, 4 ഡ്രോണുകൾ, ഈ 4-5 ഡ്രോണുകളെ ഈ യുദ്ധവിമാനത്തിലെ രണ്ടാമത്തെ പൈലറ്റ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഈ യുദ്ധവിമാനത്തിന് മുമ്പേ പോകുന്നത് ഈ ആളില്ലാ ഡ്രോണുകളായിരിക്കും. അപ്പോ വിമാനം തകർക്കപ്പെടാനുള്ള സാധ്യത കുറയും. ആദ്യം ഡ്രോണ് നശിപ്പിക്കാതെ ഈ വിമാനത്തെ, മദർഷിപ്പായിട്ടുള്ള ഈ യുദ്ധവിമാനത്തെ തൊടാൻ പറ്റില്ല. അപ്പോ അത് വിജയകരമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് മാൻഡ് അൺമാൻഡ് കോമ്പിനേഷനിൽ ഈ Su-57 ഈ കഴിഞ്ഞ മാസം അവരത് 2 മാസത്തിന് മുമ്പ് അവരത് അങ്ങനെ പറത്തിക്കൊണ്ട് അവർ പരീക്ഷണം നടത്തി. അതായത് റഷ്യയുടെ സ്വന്തമായിട്ട് നിർമ്മിച്ച S-70 ഒഹോട്നിക്, ഇതിനാണ് ഈ നമ്മളെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ഒക്കെ കാറ്റ്സ് വാരിയർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ കാറ്റ്സ് വാരിയർ ഒക്കെ ഈ വിമാനത്തിനൊപ്പം നീങ്ങുന്ന ഡ്രോണുകളായി. ഈ ഒഹോട്നിക് ഡ്രോണുകളും ആയിട്ട് ഈ Su-57 സംയോജിപ്പിച്ചുകൊണ്ട് നിരവധി പരീക്ഷണ പറക്കലുകൾ റഷ്യ നടത്തിയിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് റഷ്യ അതിനു മുമ്പ് തന്നെ നമുക്ക് സോഴ്സ് കോഡ് തരാമെന്നുള്ള വാഗ്ദാനം റഷ്യ നൽകി. വിമാനത്തിന് വിലക്കുറവാണ്, റഫാലിന്റെ പകുതി എല്ലാ ആയുധങ്ങളും കൂട്ടിച്ചേർത്താലും റഫാല് സമ്പൂർണ്ണ ആയുധധാരിയായ ഒരു റഫാൽ വിമാനത്തിന്റെ 75% വില മാത്രമേ ഈ Su-57 വരുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ ഇപ്പം ഇതിലെ എഞ്ചിന്റെ ഒരു കാര്യം തീർച്ചയായിട്ടും അതൊരു ന്യായമായ സംശയമായിരുന്നു നമ്മൾ ഉന്നയിച്ചത്. നമ്മൾ ഉന്നയിച്ചിരുന്ന ആ സംശയപ്രകാരം ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന AL-41F1 അതുപോലെ AL-41F1S ഈ 2 തരം എഞ്ചിനാണ് റഷ്യ തന്നെ നിർമ്മിക്കുന്നതാണ്. ആ എഞ്ചിനുകൾക്ക് രണ്ടും കൂടി ഏതാണ്ട്
284 കിലോ ന്യൂട്ടൺ ആണ് അതിന്റെ ത്രസ്റ്റ് എന്നായിരുന്നു നമ്മുടെ ഒരു പരാതി. അത് പോരാ, അവര് ഇപ്പം AL51F1 എന്ന പുതിയൊരു എഞ്ചിൻ നിർമ്മിച്ചു. ആ ഓരോ എഞ്ചിനും ഏതാണ്ട് 176 മുകളിൽ കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉണ്ട്. അങ്ങനെ മൊത്തം 333 കിലോ ന്യൂട്ടൺ തൊട്ട് 350 കിലോ ന്യൂട്ടന് മുകളിൽ വരുന്ന ത്രസ്റ്റ് കൊടുക്കാൻ ഈ ട്വിൻ എഞ്ചിൻ AL41F1 കഴിയും. അപ്പൊ നമ്മുടെ ആ പരാതി പരിഹരിക്കപ്പെട്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ അമേരിക്കയുടെ F-22 റാപ്റ്റർ ആണ് ഏറ്റവും ശക്തിയുള്ള എഞ്ചിൻ ഉപയോഗിക്കുന്ന യുദ്ധവിമാനം. അതിന് F-22 റാപ്റ്ററിന്റെ 2 എഞ്ചിനും കൂടെ ചേർന്ന് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ 311 കിലോ ന്യൂട്ടനേ ഉള്ളൂ. ഇതിന് Su-57 333 കിലോ ന്യൂട്ടൺ കുറഞ്ഞത് ഉത്പാദിപ്പിക്കും. അപ്പൊ ആ പരാതി ഇനി നമുക്കില്ല, പരാതി പ്രസക്തിയില്ല. F-35 സിംഗിൾ എഞ്ചിനാണ് അമേരിക്കയുടെ ഇപ്പോഴുള്ള F-35 ലൈറ്റനിങ്. അതിന് വെറും 191 കിലോ ന്യൂട്ടനേ ഉള്ളൂ. ഇനി ഇതിലൊരു തമാശ എന്ന് പറയുന്നത്, നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന AMCA എന്ന് പറയുന്ന നമ്മുടെ വിമാനമുണ്ട്, 5ാം തലമുറ വിമാനം. ആ AMCAയിൽ ഇപ്പൊ ഉപയോഗിക്കാൻ പോകുന്നത് F414 എന്ന അമേരിക്കൻ GEയുടെ എഞ്ചിനാണ്. ആ എഞ്ചിന്റെ ത്രസ്റ്റ് വെറും 98 കിലോ ന്യൂട്ടൺ ആണ്. 2 എഞ്ചിനൂടെ ചേർന്നാല് 98 എത്രയാണ്? 196, അത്രയല്ലേ ഉള്ളൂ. 196 കിലോ ന്യൂട്ടൺ ആണ് ഈ 2 ട്വിൻ എഞ്ചിനൂടെ ചേർന്ന് കഴിഞ്ഞാൽ വരുന്നത്. പിന്നെ ഇന്ത്യ ഭാവിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 120 കിലോ ന്യൂട്ടന്റെ പിന്നെ എഞ്ചിനുകളാണ്, 120 to 140 വരെ. അത് വരുമ്പോൾ മാത്രമേ ഇതിന് വേണ്ടത്ര ത്രസ്റ്റ് വരുത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും AMCA പ്രോജക്റ്റ് ഈ Su-57 കാരണം തടസ്സപ്പെടുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ Su-57 എഞ്ചിന്റെ അടുത്തെത്തുന്ന ഒരു എഞ്ചിൻ നമ്മുടെ കൈവശമില്ല. നമ്മളിനി ഭാവിയിൽ ലക്ഷ്യം വെച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എഞ്ചിന് പോലും ഈ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ത്രസ്റ്റ് ഇല്ലാത്ത യഥാർത്ഥത്തിൽ AMCA പിന്നെ ഏത് രീതിയിലാണ് നമ്മുടെ സ്വന്തം വിമാനം ഈ 5th ജനറേഷൻ എന്ന് പറയാനുള്ള ഒരു ന്യായവും ഇല്ല. 5th ജനറേഷൻ വിമാനം ആകണമെങ്കിൽ സൂപ്പർ ക്രൂയിസിങ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതായത് ഈ ഇന്ധനം കൂടുതൽ ഉപയോഗിക്കാതെ പരമാവധി വേഗത്തിൽ കുതിച്ചു പായണം. പിന്നെ ത്രസ്റ്റ് വെക്ടറിങ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു മിസൈലൊക്കെ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വെട്ടിത്തിരിയണം. അസാധ്യ ആംഗിളുകളിലൊക്കെ വിമാനം തിരിച്ചു കളയും, കുത്തനെ മേളോട്ട് കുതിക്കും. പല രീതിയിലും 90 ഡിഗ്രി ആംഗിളിലുമൊക്കെ വിമാനം വെട്ടിത്തിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് ത്രസ്റ്റ് വെക്ടറിങ്ങും അതുപോലെ സൂപ്പർ ക്രൂയിസിംഗ് എന്നും ഒക്കെ പറയുന്നത്. ഇതൊന്നും ചെയ്യാൻ AMCA കൊണ്ട് പറ്റത്തില്ല. AMCA സാധാരണ വിമാനം പറക്കുന്ന പോലെ പറക്കത്തുള്ളൂ. യഥാർത്ഥത്തിൽ Su-30 MKI എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള ഈ 4.5 4.5 ജനറേഷൻ വിമാനത്തിന് ഇതെല്ലാം സാധിക്കും. Su-30 MKIയുടെ എഞ്ചിന് ട്വിൻ എഞ്ചിനാണ്. അതിന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 230 കിലോ ന്യൂട്ടന് മുകളിൽ ഉള്ള ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. 230 അല്ല, 250 മുകളിലുള്ള കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും AMCA നമ്മൾ ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തണ്ട. പക്ഷെ AMCA വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും അത് വേണം. കാരണം നമ്മൾ സ്വന്തമായിട്ടൊരു വിമാനം ഒരിക്കൽ നിർമ്മിച്ചാൽ അതിന് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായാലും നമ്മൾക്ക് അതിൽ നിന്നും വലിയ കുതിച്ചുചാട്ടം അടുത്ത തവണ നടത്താൻ പറ്റും. പക്ഷെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന Su-57 ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരിപ്പം ടീമിങ്ങിന്റെ കാര്യത്തിലും അവർ ഈ ഒരു മാൻഡ് അൺമാൻഡ് ടീമിങ് നടത്താൻ അതിന് ശേഷിയുണ്ടെന്നുള്ളത് ഈ ഒഹോട്നിക്ക് ഉപയോഗിച്ച് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഒഹോട്നിക്ക് എന്നുള്ള ഡ്രോണ് 6000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു ഡ്രോണാണ്. അതിന് 2000 കിലോഗ്രാം ആയുധങ്ങൾ ഇന്റേണൽ ബേയിൽ വഹിക്കാൻ പറ്റും. അതിന്റെ ഉള്ളിലുള്ള സ്ഥലത്ത് ഈ 2 ടൺ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ശേഷിയുണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ നേരിടാൻ പറ്റും. ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റും. പ്രിസിഷൻ ആയുധങ്ങളുണ്ട്. അതായത് ഗൈഡഡ് ബോംബുകളൊക്കെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആന്റി ഷിപ്പ്, ആന്റി റേഡിയേഷൻ മിസൈലുകളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു കോൺസെപ്റ്റ് അല്ല, ഇത് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി. ഈ 2 വിമാനങ്ങളുടെ
ഒരുമിച്ച് പറന്ന് ഒഹോട്നിക്ക് ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുകയും പിന്നെ ഒരു ഒഹോട്നിക്ക് ഇതുമായിട്ടുള്ള കണക്ഷൻ തെറ്റിയപ്പോൾ അതിനെ നശിപ്പിച്ചു കളയാനും പറ്റി. അപ്പൊ ഏതൊരു സാഹചര്യവും നേരിടാൻ SU-57 ഈ ട്വിൻ എഞ്ചിൻ വെർഷന് ട്വിൻ സീറ്റർ വെർഷന് കഴിയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യ തെളിയിച്ചു കഴിഞ്ഞു. ഇതിലെ ഒരു പൈലറ്റ്, മുൻ സീറ്റിലുള്ള പൈലറ്റ്, അദ്ദേഹമായിരിക്കും വിമാനം പറത്തുന്നത്. പിന്നിലുള്ള ആളായിരിക്കും ആയുധങ്ങളും അതുപോലെ ടീമിങ് ഡ്രോണുകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു വിമാനം. പിന്നെ ഓട്ടോമേറ്റഡ് എയർക്രാഫ്റ്റ് ആണ്. വലിയ രീതിയിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതേ എയർക്രാഫ്റ്റ് നമ്മുടെ ഘാതക് എന്ന നമ്മളിപ്പോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ ഡ്രോൺ ഉണ്ട്. 13 ടൺ ഭാരം വരുന്ന ഒരു ഡ്രോൺ ഇന്ത്യ നിർമ്മിക്കുകയാണ്. ആ ഘാതക്കുമായിട്ട് ടീം ചെയ്യാൻ പറ്റും ഈ വിമാനത്തിന് എന്നാണ് റഷ്യ നമ്മളോട് പറയുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു എയർബോൺ കമാൻഡ് പോസ്റ്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. താഴെയാണ്, ഗ്രൗണ്ടിലാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. ഇതല്ല, ആകാശത്തൊരു കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം, അവിടെ ഇരുന്നു കൊണ്ട് ഡ്രോണുകളെയും പിന്നെ മിസൈലും ഒക്കെ അയക്കുന്നത്. ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് കൂട്ടിയാൽ മതി. പിന്നെ സ്റ്റെൽത്തിന്റെ കാര്യം, ഈ സ്റ്റെൽത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ശരിയാണ്. നമുക്ക് ഈ F-35 F-22 റാപ്റ്ററിനോടോ ഇതിന് ഒരുപക്ഷെ കിടപിടിക്കാൻ പറ്റില്ലായിരിക്കാം. കൂടുതൽ റഡാർ ക്രോസ് സെക്ഷൻ ഇതിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതിന്റെ ഒരു പരിമിതി തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ ആ ഒരു പരിമിതി ഇപ്പോൾ മറികടക്കാനായിട്ട് റഷ്യ ഇതിന്റെ നോസ്കോണും അതുപോലെ മുൻഭാഗങ്ങളും ഒക്കെ തന്നെ റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ വിഷയം, ഒരു ടീമിങ്, അതായത് ഡ്രോണിനോടൊപ്പം പോകുന്ന ഒരു വിമാനത്തിന് പിന്നീട് ഈ റഡാർ ക്രോസ് സെക്ഷൻ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഏതായാലും വിമാനമായിരിക്കില്ല മുംബൈ പോകുന്നത്. വിമാനം ഒരു 100 കിലോമീറ്ററോ 150 കിലോമീറ്ററോ പുറകിലായിരിക്കും. അതിനോടൊപ്പമുള്ള ഈ 4-5 ഡ്രോണുകളായിരിക്കും ആ വിമാനത്തിന്റെ ചുറ്റും ഒരു രക്ഷാകവചം തീർത്ത് ബോഡി ഗാർഡുകളെ പോലെ ചുറ്റും നിൽക്കുന്നത്. ഇപ്പൊ ഒരു നേതാവ് മുന്നോട്ട് വരുന്നു, നേതാവിനെ ഉന്നം വെക്കാൻ ശത്രുവിന് പറ്റത്തില്ല. കാരണം അയാളുടെ ചുറ്റും നിൽക്കുന്നത്, അതിനാണ് ഈ NSG ഗാർഡുകളൊക്കെ നിൽക്കുന്നത്. NSG ഗാർഡ് എപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രധാനമന്ത്രിക്കൊക്കെ എപ്പോഴും അവരൊരു കവചം സൃഷ്ടിക്കും. അത് കാരണം ഒരു വെടിവെക്കാൻ വരുന്ന ഒരാൾക്ക് ഒരിക്കലും പ്രധാനമന്ത്രി ഉന്നം വെക്കാൻ പറ്റില്ല. അതേ കോൺസെപ്റ്റ് തന്നെ ആകാശത്താണെന്നുള്ളതേ ഉള്ളൂ. ചുറ്റും നിൽക്കുന്ന ഡ്രോണുകൾ, ആ ഡ്രോണുകൾ മുന്നോട്ട് പോയി ആക്രമിക്കും. ആ ഡ്രോണുകൾ പോയിട്ടാണ് ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനം കണ്ടുപിടിക്കുന്നത്. സീഡ് മിഷൻ എന്ന്, സപ്രഷൻ ഓഫ് എനിമി ഡിഫൻസസ് എന്ന് പറയുന്ന സീഡ് മിഷന് ഈ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി വരുന്ന കാലങ്ങളിൽ സ്റ്റെൽത്ത് പ്രാധാന്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റെൽത്ത് അത്ര വലിയ പ്രാധാന്യമില്ല. കാരണം ഈ ടീമിംഗ് ഡ്രോണുകൾ, കൂടെയുള്ള ഡ്രോണുകൾ ആ ജോലി നിർവഹിച്ചു. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും വീണ്ടും ഇത് ചർച്ചയിലേക്ക് വരും. ഇന്ത്യ ഇത് വാങ്ങിക്കണമെന്നോ വാങ്ങിക്കണ്ടെന്നോ ഞാൻ പറയുന്നില്ല, അത് സർക്കാരിന്റെ തീരുമാനം. പക്ഷെ ഇതിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ അത് വിശകലനം ചെയ്യുക എന്നുള്ള ഒരു മാധ്യമധർമ്മമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായിട്ട് വീണ്ടും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. നിഷ്പക്ഷമായിട്ടും ആരെയും പിന്താങ്ങാതെയും ആരെയും പ്രീണിപ്പിക്കാതെയും നമുക്ക് ഇത്തരം വിശകലനങ്ങൾ വീണ്ടും തുടരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.